What are the major factors that stimulated earlier revolutions in the world? ലോകത്തെ ആദ്യകാല വിപ്ലവങ്ങളിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? റിനൈസൻസ്, എൻലൈറ്റൻമെൻറ്റ്, നവോത്ഥാനവും ജ്ഞാനോദയവും. ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ്. നവോത്ഥാനത്തിൻ്റെ സവിശേഷതകൾ. ഹ്യൂമനിസം, മാനവികത, സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രാവബോധം, റാഷണൽ തിങ്കിങ്, യുക്തിസഹമായ ചിന്ത, ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്താഗതി. വാട്ട് ആർ ദ ഐഡിയാസ് പ്രൊപ്പഗേറ്റഡ് ബൈ ദ തിങ്കേഴ്സ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്? ജ്ഞാനോദയത്തിൻ്റെ ചിന്തകർ മുമ്പോട്ട് വെച്ച പ്രധാന ആശയങ്ങൾ ഏതൊക്കെയായിരുന്നു? ഫ്രീഡം, സ്വാതന്ത്ര്യം, ഡെമോക്രസി, ജനാധിപത്യം, ഇക്വാലിറ്റി, സമത്വം, നാഷണലിസം, ദേശീയത. വെൻ ഫ്രാൻസ് sneezes, the rest of Europe catches cold. Who said that? Why? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പ് ആകമാനം ജലദോഷം പിടിക്കും. ഈ വാക്കുകൾ ആരുടേതാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? The Austrian Chancellor Metternich said this about the influence of the French Revolution because the French Revolution spread the ideas of equality, liberty and fraternity all over the world and the rulers in Europe were afraid of it. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ഓസ്ട്രിയൻ ചാൻസലറായ മെറ്റേർനിച്ച് പറഞ്ഞ വാക്കുകളാണിത്. കാരണം ഫ്രഞ്ച് റവല്യൂഷൻ ലോകത്താകമാനം സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നീ ആശയങ്ങൾ പടർത്തുകയുണ്ടായി. ഇത് യൂറോപ്പിലെ ഭരണാധികാരികൾക്ക് ഭയമായിരുന്നു. Examine the reforms and policies of Napoleon and identify the ideologies of French Revolution reflected in them. നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങളും പോളിസീസും പരിശോധിക്കുക. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആശയങ്ങൾ എത്രത്തോളം അതിൽ പ്രതിഫലിച്ചിരിക്കുന്നു എന്ന് പരിശോധിക്കുക. റൈസ് ഓഫ് ദി മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിൻ്റെ ഉയർച്ച. എക്സസൈസ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലെർജി, ക്ലെർജിക്ക് മേൽ സ്റ്റേറ്റിൻ്റെ നിയന്ത്രണം കൊണ്ടുവന്നു. സിങ്കിങ് ഫണ്ട് തുടങ്ങിവെച്ചു. എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ, യാത്രയ്ക്കായി ധാരാളം റോഡുകൾ നിർമ്മിച്ചു. ന്യൂ കോഡ് ഓഫ് ലോ, പുതിയ നിയമസംഹിത ക്രോഡീകരിച്ചു. എൻഡ് ഓഫ് ഫ്യൂഡലിസത്തിന്റെ തകർച്ച. ഫാമേഴ്സ് വെയർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്, ഭൂമിയുടെ അവകാശികൾ കർഷകരായി മാറി. എക്സസൈസ് ദ സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലെർജി, ക്ലെർജിക്ക് മേൽ സ്റ്റേറ്റിന്റെ നിയന്ത്രണം കൊണ്ടുവന്നു. കോഡ് ഓഫ് ലോ, പുതിയ നിയമസംഹിത. നാഷണലിസം, ദേശീയത. ഡെവലപ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, യാത്രാമാർഗങ്ങളുടെ വികസനം. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. കോഡ് ഓഫ് ലോ, പുതിയ നിയമസംഹിത ക്രോഡീകരിച്ചു. എക്സ്പ്ലെയിൻ ഹൗ ഡിഡ് ദ മെർക്കന്റിലിസ്റ്റ് ലോസ് ഇംപ്ലിമെന്റഡ് ബൈ ബ്രിട്ടൻ ഇൻ ദ അമേരിക്കൻ കോളനീസ് ബിക്കം എ കോസ് ഫോർ ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ കോളനികളിൽ ബ്രിട്ടൻ നടപ്പിലാക്കിയ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. മെർക്കന്റിലിസം വാസ് ആൻ ഇക്കണോമിക് തിയറി that encouraged government regulation of the economy for the purpose of enhancing state power. സ്റ്റേറ്റിന്റെ പരമാധികാരം വർദ്ധിപ്പിക്കാൻ സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരാനുള്ള ഒരു സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. മെർക്കന്റിലിസം imposed limitation on colonial trade and increased customs duties. കോളനിയിലെ വ്യാപാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കസ്റ്റംസ് തീരുവ ഉയർത്തി. It prevented the colonies from trading with other European countries. മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള വ്യവസായത്തിന് വിലക്കേർപ്പെടുത്തി. It imposed heavy economic burdens on American colonies. അമേരിക്കൻ കോളനികൾക്ക് മേൽ അമിത സാമ്പത്തിക ഭാരം ഇത് കെട്ടിച്ചുമത്തി. It contributed to rising anti-British sentiment and the eventual outbreak of the American Revolution. ഇതൊരു ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം കോളനിയിലെ ജനതയ്ക്ക് മേൽ വളർത്തുകയും
അമേരിക്കൻ വിപ്ലവത്തിലേക്ക് അത് വഴിതെളിക്കുകയും ചെയ്തു. എക്സ്പ്ലെയിൻ ഹൗ വേരിയസ് തിങ്കേഴ്സ് ആൻഡ് ഐഡിയോളജീസ് പാവ്ഡ് ദ വേ ഫോർ ദി ഫ്രഞ്ച് റവല്യൂഷൻ. വിവിധ ചിന്തകർ ഫ്രഞ്ച് വിപ്ലവത്തിന് വഴിയൊരുക്കിയത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ, their revolutionary ideas encouraged people to fight for their rights. വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ ഇവരുടെ വിപ്ലവാത്മക ചിന്തകൾ ജനങ്ങളെ അവരുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ പ്രാപ്തരാക്കി. They popularized the idea of French society based on equality and freedom of individuals. ഫ്രഞ്ച് സൊസൈറ്റിയുടെ അടിസ്ഥാനത്തിൽ സമത്വം, സ്വാതന്ത്ര്യം എന്നിവയിൽ ഊന്നിയ ആശയങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിച്ചു. വോൾട്ടയർ, he became famous as a great writer and critic. He launched bitter attacks against the church and the state. വോൾട്ടയർ അദ്ദേഹം ഒരു പ്രസിദ്ധനായ എഴുത്തുകാരനും വിമർശകനുമായിരുന്നു. അദ്ദേഹം തൻ്റെ വിമർശനാത്മക നിലപാടുകൾ പള്ളികൾക്കെതിരെയും ഭരണകൂടത്തിനെതിരെയും ഉന്നയിച്ചു. മോണ്ടെസ്ക്യൂ, he wanted power to be shared between the king and the nobles and the third estate. അധികാരം രാജാവിനും പുരോഹിതന്മാർക്കും സാധാരണക്കാർക്കും ഒരുപോലെ വീതിച്ചു നൽകണമെന്ന് മോണ്ടെസ്ക്യൂ വാദിച്ചു. റൂസോ, in his famous book Social Contract, he explained that the king and his subjects are parties to a contract, and therefore if the king does not rule the people according to their general will. റൂസോ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നു, രാജാവും രാജാവിൻ്റെ പരിവാരങ്ങളും ഒരു കരാർ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരാണ്. സാമൂഹികമായ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ രാജാവ് തൻ്റെ ഭരണം കാഴ്ചവെച്ചാൽ ജനങ്ങൾ അതിനെതിരെ ഐക്യകണ്ഠേന അവരുടെ ഇഷ്ടം നടത്തിയെടുക്കും. ഹൗ ദ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻഫ്ലുവൻസ്ഡ് ദ ലേറ്റർ ഹിസ്റ്ററി ഓഫ് വേൾഡ്. ഫ്രഞ്ച് വിപ്ലവം പിൽക്കാല ലോക ചരിത്രത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? സ്റ്റിമുലേറ്റഡ് ദ ലേറ്റർ റവല്യൂഷൻസ് ഓഫ് ദ വേൾഡ്. പിന്നീട് ലോകത്തുണ്ടായ യുദ്ധങ്ങളെ ഉത്തേജിപ്പിച്ചു. പാവ്ഡ് ദ വേ ഫോർ ദ എൻഡ് ഓഫ് ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ്. ഫ്യൂഡൽ വ്യവസ്ഥയുടെ നാശത്തിന് വഴിയൊരുക്കി. പീപ്പിൾസ് സോവർണിറ്റി. ജനങ്ങളുടെ പരമാധികാരത്തിന് പ്രാധാന്യം നൽകി. എമർജൻസ് ഓഫ് നാഷണലിസം. ദേശീയതയുടെ ആവിർഭാവത്തിന് കാരണമായി. ഗ്രോത്ത് ഓഫ് ദ മിഡിൽ ക്ലാസ്. സാധാരണ ജനങ്ങളുടെ വളർച്ചയ്ക്ക് വഴിതെളിച്ചു. ത്രട്ടൺ ഓട്ടോക്രസി. ഏകാധിപത്യത്തിന് ഭീഷണിയായി. The inequalities and exploitation suffered by the third estate was the basic reason for the French Revolution. Substantiate this statement. മൂന്നാം എസ്റ്റേറ്റ് അനുഭവിച്ച അസമത്വങ്ങളും ചൂഷണവുമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അടിസ്ഥാന കാരണം. ഈ പ്രസ്താവന പരിശോധിക്കുക. ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻറ്റു 3 estates. ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഫസ്റ്റ് വൺ ദ ക്ലർജി, സെക്കൻഡ് വൺ ദ നോബിൾസ്, തേർഡ് വൺ ദ കോമൺസ്. ആദ്യത്തേത് രാജാവ്, രണ്ടാമത്തേത് പുരോഹിതന്മാർ, മൂന്നാമത്തേത് സാധാരണക്കാർ. ഓൾ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് വേർ ദ പ്രെറോഗേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് 2 estates. എല്ലാ അധികാരങ്ങളും ആദ്യ 2 എസ്റ്റേറ്റുകൾക്ക് മാത്രമായി നൽകിയിരുന്നു. ഡിനൈഡ് ഓൾ പ്രിവിലേജസ് ടു ദ തേർഡ് എസ്റ്റേറ്റ്. മൂന്നാം എസ്റ്റേറ്റിന്റെ എല്ലാ അവകാശങ്ങളെയും അവഗണിച്ചു. തേർഡ് എസ്റ്റേറ്റ് ഹാഡ് ടു ബിയർ ദ എൻറ്റയർ ബർഡൻ ഓഫ് ടാക്സസ്. നികുതികളുടെ എല്ലാം അമിതഭാരം മൂന്നാം എസ്റ്റേറ്റിൽ അടിച്ചേൽപ്പിച്ചിരുന്നു. ഇവാലുവേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടെന്നീസ് കോർട്ട് ഓത്ത് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുടെ പ്രാധാന്യം വിലയിരുത്തുക. ദ ടെന്നീസ് കോർട്ട് ഓത്ത് വാസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ഇറ്റ് ഷോഡ് ദ ഗ്രോയിങ് അൺട്രസ്റ്റ് എഗെയിൻസ്റ്റ് ലൂയിസ് 16th. ലൂയി 16ന്റെ ചെയ്തികളിലുള്ള അശാന്തിയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ആയതിനാൽ ഈ സംഭവത്തിന് വളരെ വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. ഇറ്റ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ലേറ്റർ ഇവൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ ആൻഡ് ദ സ്റ്റോമിംഗ് ഓഫ് ദി ബാസ്റ്റീൽ. ഇതിനു പുറമേ നടന്ന എല്ലാ സംഭവങ്ങൾക്കും ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അടിത്തറ പാകി. അതിൽ വിഖ്യാതമായ മനുഷ്യാവകാശ പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. വാട്ട് വേർ ദ മെയിൻ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് introduced by Napoleon Bonaparte in France?
നെപ്പോളിയൻ ഫ്രാൻസിൽ അവതരിപ്പിച്ച പ്രധാന ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫാമേഴ്സ് വെയർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ദി ലാൻഡ്. ഭൂമിയുടെ അവകാശം കർഷകർക്ക് നൽകി. ബിഗൈൻ സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് ആരംഭിച്ചു. കൺസ്ട്രക്റ്റഡ് റോഡ്സ്. റോഡുകളുടെ നിർമ്മാണം നടത്തി. കൺട്രോൾ ഓവർ ക്ലർജി. ക്ലർജിക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവന്നു. ബാങ്ക് ഓഫ് ഫ്രാൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ന്യൂ കോഡ് ഓഫ് ലോ വാസ് ഇംപ്ലിമെന്റഡ്. പുതിയ നിയമ സംഹിത ക്രോഡീകരിച്ചു. ഹൗ ഡിഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ലാറ്റിൻ അമേരിക്ക ലീഡ് ടു റെവല്യൂഷൻ. ലാറ്റിൻ അമേരിക്കയിലെ ജനങ്ങളുടെ ചൂഷണവും വിവേചനവും എങ്ങനെയാണ് വിപ്ലവത്തിലേക്ക് നയിച്ചത്? എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഇൻ ലാംഗ്വേജ്, റിലീജിയൻ, കസ്റ്റംസ്, ആർക്കിടെക്ചർ, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ എക്സെട്ര. ഭാഷയിലും മതത്തിലും മൂല്യങ്ങളിലും കരകൗശല വിദ്യയിലും വിദ്യാഭ്യാസത്തിലും കൃഷിയിലും ഉൾപ്പെടെ അവർ അനുഭവിച്ച ചൂഷണവും വിവേചനവും വിപ്ലവത്തിലേക്ക് വഴിതെളിച്ചു. They looted the resources and wealth of the Latin American people. അവർ ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ എല്ലാ വിഭവങ്ങളും സമ്പത്തും കൊള്ളയടിച്ചു. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. വംശീയ വിവേചനം നടത്തി. സ്ലേവറി. അടിമത്തം. ഇത്രയും കാര്യങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻ ജനതയ്ക്ക് വിപ്ലവങ്ങൾ നടത്താൻ വേണ്ടി വഴിതെളിച്ച സംഭവങ്ങൾ. വൈ ദ ബോൾഷെവിക് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ലെനിൻ ഡിഡ് നോട്ട് അപ്രൂവ് ദ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്. ലെനിന്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്കുകൾ പ്രവിശ്യ സർക്കാരിനെ അംഗീകരിക്കാത്തത് എന്തുകൊണ്ട്? ദേ പ്രൊപ്പഗേറ്റഡ് ദാറ്റ് ഓൺലി പ്രോളിറ്റേറിയൻസ് ഗവൺമെന്റ് ക്യാൻ ഇറാഡിക്കേറ്റ് ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ് ആൻഡ് ഇൻഇക്വാലിറ്റി. ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ തങ്ങളുടെ അസമത്വവും സാമ്പത്തിക പിന്നോക്കാവസ്ഥയും മാറ്റാൻ കഴിയൂ എന്നവർ വിശ്വസിച്ചു. ദേ പുട്ട് ഫോർവേഡ് സെവറൽ ഡിമാൻഡ്സ് ലൈക്ക് വിത്ഡ്രോ റഷ്യ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് തുടങ്ങി ധാരാളം നിബന്ധനകൾ അവർ മുമ്പോട്ട് വെച്ചു. സീസ് ദ ലാൻഡ്സ് ഓൺഡ് ബൈ ദ ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് ദ ഫാമേഴ്സ്. പ്രഭുക്കന്മാരിൽ നിന്നും ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകണം. മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. ഫാക്ടറികൾ പൊതു സ്വത്താക്കി മാറ്റണം. വൈ ഈസ് ബോക്സർ റിബല്യൻ കൺസിഡർ ആസ് ആന്റി കൊളോണിയൽ സ്ട്രഗിൾ ഓഫ് ദി പീപ്പിൾ ഓഫ് ചൈന. ബോക്സർ കലാപത്തെ ചൈനയിലെ ജനങ്ങളുടെ കൊളോണിയൽ വിരുദ്ധ പോരാട്ടമായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ്? ദ മാഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫേവേർഡ് ദ ഫോറിൻ ഇന്റർഫിയറൻസ് ആൻഡ് ഡോമിനേഷൻ. ചൈനയിലെ മാഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും പരമാധികാരത്തിനും ഒത്താശ ചെയ്തു നൽകി. ഇറ്റ് വാസ് എ റിബല്യൻ എഗെയിൻ ഫോറിൻ ഡോമിനൻസ് ആൻഡ് ദ മാഞ്ചു ഡൈനാസ്റ്റി. ഇത് മാഞ്ചു രാജവംശത്തിനും വിദേശാധിപത്യത്തിനും എതിരായി ജനങ്ങൾ കലാപമൊരുക്കുന്നതിന് കാരണമായി. ഇറ്റ് അറ്റംപ്റ്റ് ടു ഡ്രൈവ് ഓൾ ഫോറിനേഴ്സ് ഫ്രം ചൈന. എല്ലാ വിദേശികളെയും ചൈനയിൽ നിന്ന് പുറത്താക്കാൻ ഇത് ശ്രമിച്ചു. എക്സ്പ്ലെയിൻ ദ റോൾ പ്ലേഡ് ബൈ മാവോ സേതുങ് ഇൻ മേക്കിംഗ് ചൈന എ പീപ്പിൾസ് റിപ്പബ്ലിക്. ചൈനയെ ഒരു പീപ്പിൾസ് റിപ്പബ്ലിക് ആക്കി മാറ്റുന്നതിൽ മാവോ സേതുങ് വഹിച്ച പങ്ക് വിശദീകരിക്കുക. ഇൻ 1934, under the leadership of Mao Zedong, a journey started from Kiansi to Yan'an. 1934 മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ കിയാൻസി മുതൽ യനാൻ വരെ ഒരു പര്യടനം നടത്തുന്നു. During the march, they seized out agricultural land and villages from lords and distributed them among the farmers. ആ പര്യടനത്തിലൂടെ അവർ കൃഷിഭൂമികളും ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്നും പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകുന്നു. The Red Army of Mao Zedong captured the center of Kuomintang rule. Kuomintang ഭരണകൂടത്തിന്റെ സെന്റർ മാവോ സേതുങ്ങിന്റെ റെഡ് ആർമി പിടിച്ചെടുത്തു. China became the People's Republic under the leadership of Mao Zedong. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈന പീപ്പിൾസ് റിപ്പബ്ലിക്കായി മാറുന്നു. Analyze the circumstances background which led to the transition of the third estate of the French Parliament called Commons into National Assembly. ഫ്രഞ്ച് പാർലമെന്റിന്റെ മൂന്നാം എസ്റ്റേറ്റ് കോമൺസ് ദേശീയ അസംബ്ലിയായി മാറുന്നതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുക. The status of one vote for each estate was against the interest of the commons.
ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന അവസ്ഥ സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. The Commons wanted one vote for each person instead of one vote for each estate. ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്നതിലുപരി ഒരാൾക്ക് ഒരു വോട്ട് എന്ന ആവശ്യം സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. It was opposed by other two estates. എന്നാൽ ഇത് മറ്റ് 2 എസ്റ്റേറ്റുകളും എതിർത്തു. The Commons assembled in the nearby tennis court and declared themselves as the National Assembly of France. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അവർ അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ ഒന്നുചേർന്ന് സ്വയം നാഷണൽ അസംബ്ലിയായി പ്രഖ്യാപിച്ചു. What was the social background that forced the third estate to struggle against the first and second estates of the French society? ഫ്രഞ്ച് സൊസൈറ്റിയുടെ 1ഉം 2ഉം എസ്റ്റേറ്റുകൾക്കെതിരെ 3ആം എസ്റ്റേറ്റ് സമരം ചെയ്യാൻ പ്രേരിപ്പിച്ച സാമൂഹിക പശ്ചാത്തലം എന്താണ്? The nobility lived by exploiting the peasants. കർഷകരെ ചൂഷണം ചെയ്താണ് പുരോഹിതർ ജീവിച്ചിരുന്നത്. The king, nobles and clergy occupied the majority of the cultivated land. രാജാവും പുരോഹിതന്മാരും ഭൂരിഭാഗം കൃഷിഭൂമികളുടെയും ലാഭം കൊയ്തിരുന്നു. The luxurious life led by priests. പുരോഹിതന്മാരുടെ ആഡംബര ജീവിതം. Evaluate the economic background that influenced the French Revolution. ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച സാമ്പത്തിക പശ്ചാത്തലം വിലയിരുത്തുക. The rulers were who occupied all powers. ഫ്രാൻസിലെ ഭരണാധികാരികൾ ഏകാധിപതികളായിരുന്നു. എല്ലാ അധികാരങ്ങളും അവരിൽ മാത്രം അധിഷ്ഠിതമായിരുന്നു. Louis XVI summoned the French Parliament Estates General in 1789 to overcome the economic crisis. ലൂയി 16 1789 അവിടത്തെ സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ ഫ്രഞ്ച് പാർലമെന്റ് എസ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടി. What were the main administrative reforms introduced by Napoleon Bonaparte in France? നെപ്പോളിയന്റെ കാലത്ത് ഫ്രാൻസിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ക്ലർജി became under the control of states. ക്ലർജി സ്റ്റേറ്റിന്റെ കീഴിലായി മാറി. Farmers were made the owners of land. കർഷകർ ഭൂ ഉടമകളായി മാറി. Bank of France was established to centralized finance. ബാങ്ക് ഓഫ് ഫ്രാൻസ് കേന്ദ്രീകൃത സാമ്പത്തിക സ്ഥാപനമായി മാറി. A new code of law was prepared by codifying the existing laws. പഴയ നിയമങ്ങൾ ക്രോഡീകരിച്ച് പുതിയ നിയമസംഹിത ഉണ്ടാക്കി.